വിശുദ്ധ പൗലോസ് തെസലോനിക്കയിലെ സഭയ്ക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം. അതിനാൽ തീർത്തും സഹിച്ചുകൂടാതായപ്പോൾ ആഥൻസിൽ തനിയെ കഴിയാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്താനും വേണ്ട നിർദ്ദേശങ്ങൾ തരാനുമായി ഞങ്ങളുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ സഹകാരിയുമായ തിമോത്തേയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു. പീഡനങ്ങൾ നിമിത്തം ആരും ചഞ്ചലപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഇതിനാണ് ഞങ്ങൾ നിയുക്തരായിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. എന്തെന്നാൽ ഞങ്ങൾക്ക് കഷ്ടതകൾ സഹിക്കേണ്ടി വരുമെന്ന് നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്രകാരം തന്നെ സംഭവിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. ഇക്കാരണത്താൽ തീർത്തും സഹിച്ചുകൂടാതായപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചറിയാൻ ഞാൻ ആളയച്ചു. പ്രലോഭകൻ നിങ്ങളെ ഒരുവിധത്തിലും പരീക്ഷയിൽ വീഴ്ത്താതിരിക്കാനും ഞങ്ങളുടെ പ്രയത്നം പാഴായി പോകാതിരിക്കാനുമാണിത്. എന്നാൽ ഇപ്പോൾ തിമോത്തേയോസ് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും സംബന്ധിക്കുന്ന സദ്വാർത്തയുമായി ഞങ്ങളുടെ അടുത്ത് മടങ്ങിയെത്തി. നിങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി എപ്പോഴും നല്ല ഓർമ്മകളാണുള്ളതെന്നും ഞങ്ങൾ നിങ്ങളെ എന്ന പോലെ നിങ്ങൾ ഞങ്ങളെയും കാണാൻ ആഗ്രഹിക്കുന്നെന്നും അവൻ അറിയിച്ചു. ഇക്കാരണത്താൽ സഹോദരരെ, എല്ലാ സങ്കടങ്ങളിലും ഞെരുക്കങ്ങളിലും നിങ്ങളുടെ വിശ്വാസം മൂലം ഞങ്ങൾ ആശ്വസിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ അത് നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. ദൈവസന്നിധിയിൽ നിങ്ങൾ മൂലം ഞങ്ങൾ അനുഭവിക്കുന്ന വലിയ സന്തോഷത്തിന് നിങ്ങളുടെ പേരിൽ നമ്മുടെ ദൈവത്തിന് എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും? നിങ്ങളെ മുഖാമുഖം കാണുന്നതിനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് നികത്തുന്നതിനും വേണ്ടി ഞങ്ങൾ രാപകൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പിതാവായ ദൈവം തന്നെയും നമ്മുടെ കർത്താവായ യേശുവും നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളെ വഴി നടത്തട്ടെ. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള പോലെ നിങ്ങൾക്ക് തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം കർത്താവ് വളർത്തി സമൃദ്ധമാക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധരോടും കൂടെയുള്ള പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയിൽ കുറ്റമറ്റതായി സ്ഥിരപ്പെടുത്തട്ടെ. വിശുദ്ധ പൗലോസ് തെസലോനിക്കയിലെ സഭയ്ക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം. സഹോദരരെ, വീണ്ടും ഞങ്ങൾ കർത്താവായ യേശുവിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയും യാചിക്കുകയും ചെയ്യുന്നു. എങ്ങനെ ജീവിക്കണമെന്നും ദൈവത്തെ പ്രീതിപ്പെടുത്തണമെന്നും നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ച പോലെ ജീവിച്ചു പോരുന്നു. ഇതിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുക. കർത്താവായ യേശുവിലൂടെ ഞങ്ങൾ ഏതെല്ലാം അനുശാസനങ്ങളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാം. ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം. അസാൻമാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരം വിശുദ്ധിയിലും മാന്യതയിലും കാത്തുസൂക്ഷിക്കേണ്ടതെങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത ജനതകളെപ്പോലെ നിങ്ങൾ കാമാസക്തിയിലായിരിക്കരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സ്വന്തം സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത പോലെ ഇക്കാര്യങ്ങളിലെല്ലാം ശിക്ഷ നൽകുന്നവനാണ് കർത്താവ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. സഹോദര സ്നേഹം സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതില്ല. കാരണം പരസ്പര സ്നേഹം ദൈവം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ. തീർച്ചയായും മക്കദോനിയ മുഴുവനിലുമുള്ള എല്ലാ സഹോദരരോടും നിങ്ങൾ ഇപ്രകാരം വർത്തിക്കുന്നുണ്ട്. എങ്കിലും സഹോദരരെ, ഞങ്ങൾ ഉപദേശിക്കുന്നു, ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവിൻ. ഞങ്ങൾ നേരത്തെ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതാണല്ലോ. ശാന്തമായി ജീവിക്കാൻ ഉത്സാഹിക്കുവിൻ. സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുവിൻ. സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുവിൻ. അന്യരുടെ മുമ്പിൽ നിങ്ങൾ നന്നായി നടക്കാനും ഒന്നിനും നിങ്ങൾക്ക് കുറവില്ലാതിരിക്കാനുമാണിത്. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെപ്പറ്റി നിങ്ങൾ അജ്ഞരായിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം യേശു മരിക്കുകയും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്ന പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ കൊണ്ടുവരും. നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ
കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ അവശേഷിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളധ്വനിയോടും കൂടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ.